Problem. Find the line integral of f of x comma y comma z is equal to x plus y plus z over the straight line segment from 1 2 3 to 0 minus 1 1 എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത അതേ പ്രോബ്ലത്തിൻ്റെ അതേമാതിരി തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം? സി എന്ന് പറയുന്നത് പറയണം, നമ്മുടെ കർവ് ഏതാണെന്ന് പറയണം. സി ഡിനോട്ട് ദ ലൈൻ സെഗ്മെൻറ്റ് ഫ്രം 1 2 3 ടു 0 മൈനസ് 1 1. ദെൻ സി എന്ന് പറയുന്നത് ഈസ് പാരലൽ ടു ദ വെക്റ്റർ, അതായത് സി എന്ന് പറയുന്നത് പാരലൽ ആയിട്ടുള്ള വെക്റ്റർ നമ്മൾ കണ്ടുപിടിക്കാനും. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 0 മൈനസ് 1 ഐ എ മൈനസ് 1 മൈനസ് 2 ജെ ദെൻ 1 മൈനസ് 3 കെ എന്ന് നമ്മൾ എഴുതും അല്ലേ. ഇതാണ് ഇവിടെ 0 മൈനസ് 1 ഐ എ മൈനസ് 1 മൈനസ് 2 ജെ 1 മൈനസ് 3 കെ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് വൈ മൈനസ് 3 ജെ മൈനസ് 2 കെ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഗിവൺ ആയിട്ടുള്ള വെക്റ്റർ എന്ന് പറയുന്നത് വി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? ഒരു വെക്റ്റർ നമ്മൾ വെറുതെ ഡിനോട്ട് ചെയ്യണം, ഇത് വേണമെങ്കിൽ ഡിനോട്ട് ചെയ്യാം. മൈനസ് ഐ മൈനസ് 3 ജെ മൈനസ് 2 കെ എന്ന് പറയുന്നത്. സോ വേർ ഐ എ എന്ന് പറയുന്നത് മൈനസ് 1, ദെൻ ബി എന്ന് പറയുന്നത് എന്ത് വരും? മൈനസ് 3 എന്ന് പറയും. ആൻഡ് സി എന്ന് പറയുന്നത് മൈനസ് 2 എന്ന് വരും. സോ നമുക്ക് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ പാരാമെട്രൈസ് ചെയ്യാൻ പോവുകയാണ്. പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എ ടി, y is equal to y naught plus bt, then z is equal to z naught plus ct എന്ന് പറയുന്നത്. നമ്മളിവിടെ ഗിവൺ പോയിന്റ്, അപ്പം നമുക്കൊരു ഗിവൺ പോയിന്റ് വേണം. ഏത് ഈ ഒരു പോയിന്റ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എക്സ് നോട്ട് വൈ നോട്ട് സെഡ് നോട്ട് എന്ന് പറയുന്നത് ഏതാക്കിയിട്ടാണ് എടുക്കുന്നത്? 1 2 3 എന്ന് പറയുന്നതാക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എ ടി എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? എക്സ് ഇസ് ഈക്വൽ ടു എ നോട്ട് എന്ന് പറയുന്നത് എക്സ് നോട്ട് എന്ന് പറയുന്നത് നമുക്കിവിടെ ഏതാണ്? 1 ആണ്. മൈനസ് 1 ഇൻറ്റു ടി, നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് ടി, വൈ ഇസ് ഈക്വൽ ടു 2 മൈനസ് 3 ടി, ആൻഡ് സെഡ് ഇസ് ഈക്വൽ ടു 3 മൈനസ് 2 ടി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അങ്ങനെയാകുമ്പോൾ ഇനി ഇത്രയും കിട്ടി. ഇപ്പം നമ്മുടെ പാരാമെട്രിക് ഇക്വേഷൻ കിട്ടി. ഇനി നമ്മുടെ ഈ ഒരു ടി എന്ന് പറയുന്നത് എവിടം തൊട്ട് എവിടം വരെ വേരി ചെയ്യണം എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ടി എവിടം തൊട്ട് എവിടം വരെ വേരി ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷനിൽ ടിക്ക് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ഈ ഒരു പോയിന്റ് കിട്ടുന്നത്, അതേമാതിരി തന്നെ ഇതിൽ ടിക്ക് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ഈ ഒരു പോയിന്റ് കിട്ടുന്നത് നമ്മൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ടി ഈസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. അതേമാതിരി തന്നെ വൈ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 2 എന്ന് വരും. ദെൻ സെഡ് ഇസ് ഈക്വൽ ടു എന്ത് വരും? സെഡ് ഇസ് ഈക്വൽ ടു 3 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 1 2 3 എന്ന് കിട്ടും അല്ലേ. എപ്പോൾ ടി ഇസ് ഈക്വൽ ടു 0 കൊടുക്കുന്ന സമയത്താണ് നമുക്ക് വാല്യൂസ് 1 2 3 എന്ന് നമുക്ക് കിട്ടുന്നത്. ഇനി അതേമാതിരി തന്നെ ഈ ഇക്വേഷനിൽ ടി ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്തായിട്ട് വരും? എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 0 അല്ലേ. അതേമാതിരി തന്നെ വൈ ഇസ് ഈക്വൽ ടു 2 മൈനസ് 3 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് 2 മൈനസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 1 എന്ന് പറയും. അങ്ങനെ ഇതിലും നമ്മൾ ടി ഇസ് ഈക്വൽ ടു 1 കൊടുക്കുന്ന സമയത്ത് സെഡ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയും അല്ലേ. അപ്പോൾ ടി ഇസ് ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് നമുക്ക് ഏത് പോയിന്റ് കിട്ടും? 0 മൈനസ് 1 1 എന്ന് പറയുന്ന പോയിന്റ് കിട്ടും വെൻ ടി ഇസ് ഈക്വൽ 1 എന്ന് പറയുന്നത്. ഹെൻസ് ദ പാരാമെട്രൈസേഷൻ ഓഫ് ദ ലൈൻ സെഗ്മെൻറ്റ് ഫ്രം ദ പോയിന്റ്. ഇപ്പോൾ നമുക്ക് 2 പോയിന്റ് തന്നിട്ടുണ്ടായിരുന്നു. ഹെൻസ് ദ പാരാമെട്രൈസേഷൻ ഓഫ് ദ ലൈൻ സെഗ്മെൻറ്റ് ഫ്രം ദ പോയിന്റ് 1 2 3 ടു ദ പോയിന്റ് 0 മൈനസ് 1 1 എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് ടി, ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 2 മൈനസ് 3 ടി, ആൻഡ് സെഡ് ഇസ് ഈക്വൽ ടു 3 മൈനസ് 2 ടി, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതാണ് നമ്മളിവിടെ കണ്ടുവച്ചത്. ഓക്കെ, അപ്പോൾ പാരാമെട്രൈസേഷൻ നമ്മൾ ആദ്യത്തെ എഴുതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഈ സ്റ്റെപ്പ് എഴുതാതിരിക്കരുത്. നമ്മളത് എഴുതി വെച്ചു. നമ്മുടെ ഗിവൺ പാരാമെട്രൈസേഷൻ ഫുള്ള് കംപ്ലീറ്റ്ലി വരണമെങ്കിൽ നമ്മൾ എന്തുകൂടി ചെയ്യണം? ടീൻ്റെ ലിമിറ്റ് എങ്ങനെ വേരി ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ നോക്കണം. സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ പാരാമെട്രിക്. ഓക്കെ, അപ്പോൾ അങ്ങനെ പാരാമെട്രിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അതിൻ്റെ അതായത് പാത്ത് ഓഫ് ദി ഇൻറ്റഗ്രേഷൻ സി നമുക്ക് എഴുതാൻ പറ്റൂല. ഇത് വെക്ടർ ഇക്വേഷൻ ഫോർ സി എന്ന് പറയുന്നത്. ഹെൻസ് ദ വെക്ടർ ഇക്വേഷൻ ഓഫ് ദ പാത്ത് ഓഫ് ഇൻറ്റഗ്രേഷൻ സി എന്ന് പറയുന്നത് നമുക്ക് ആർ ഓഫ് ടി ഈക്വൽ ടു നമുക്ക് എന്ത് പറയും? എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് ടി ഐ എ പ്ലസ് 2 മൈനസ് 3 ടി ജെ പ്ലസ് 3 മൈനസ് 2 ടി കെ എന്ന് പറയും. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ്. ഇനി നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അവിടെ എന്തുണ്ട്? നമ്മുടെ അതായത് ലൈൻ ഇൻറ്റഗ്രൽ ഓവർ ദ കർവ് എഫ് ഓഫ് സെഡ് ഡി സെഡ് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പാരാമെട്രൈസ് ചെയ്ത ഇക്വേഷൻ ഇൻറ്റു മോഡ് വി ഓഫ് ടി എന്നുണ്ട്. സോ നമുക്ക് ആദ്യം വി ഓഫ് ടി കണ്ടുപിടിക്കണം. വി ഓഫ് ടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഗിവൺ
ഗിവൺ കർവിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ dr/dt എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, -1 വരും. സോ -1i എന്ന് നമുക്കിവിടെ കിട്ടും അല്ലേ. വീണ്ടും ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, -3 എന്ന് കിട്ടും. സോ ഇതെന്തായിട്ട് മാറും, -3j എന്ന് വരും. ഇതിന് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് -2 എന്ന് നമുക്ക് കിട്ടും. സോ ഇവിടെ എന്ത് വരും, -2k എന്ന് നമുക്ക് വരും അല്ലേ. ഇപ്പം നമുക്ക് v(t) നമുക്ക് എന്ത് കിട്ടി, -i -3j -2k എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നമുക്കറിയുന്നതാണ് v=ai + bj + ck എന്ന് പറയുന്ന ഫോം വരികയാണെങ്കിൽ മോഡ് v എന്ന് പറയുന്നത് എന്താണ്, √a² + b² + c² എന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നു അല്ലേ. അതേമാതിരി ഇവിടെ എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും, മോഡ് v(t) √(-1)² + -3² -2² എന്ന് വരും അല്ലേ. ഇപ്പോൾ ബ്രാക്കറ്റിൽ നമുക്ക് എന്ത് വരും, √1 + 9 + 4 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു √14 എന്ന് കിട്ടും അല്ലേ. സോ മോഡ് v(t) എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, √14 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമുക്കിനി ഇൻ്റഗ്രൽ നമ്മുടെ ഇക്വേഷൻ പ്രകാരം എഴുതാം. അതായത് ഇൻ്റഗ്രൽ ഓവർ സി f(x, y, z) ds ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഇക്വേഷൻ ഇൻ്റഗ്രൽ a to b f(x, y, z) v(t) മോഡ് v(t) dt എന്ന് എഴുതാം. ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഓർത്ത് പഠിക്കുക തന്നെ വേണം അല്ലേ. എന്താണ് നമ്മളവിടെ പഠിച്ചു വെക്കണം. ഇനി നമ്മളിവിടെ എന്ത് ചെയ്യുന്നതാണ്, x(t) എന്താണെന്ന് ഇവിടെ എഴുതുക. f(x) നമുക്ക് എന്താ കണ്ടുപിടിച്ചിരുന്നത്, 1 - t, ആൻഡ് y(t) എന്ന് പറയുന്നത് 2 - t, ആൻഡ് z(t) is equal to 3 - 2t എന്നായിരുന്നു നമ്മൾ എഴുതിയിട്ടുള്ളത്. നമ്മുടെ എഫ് എന്ന് പറയുന്നത് എന്തായിരുന്നു, എഫ് എന്ന് പറയുന്നത് f(x, y, z) എന്ന് പറയുന്നത് നമുക്ക് എന്തായിരുന്നു, x + y + z എന്നായിരുന്നു അല്ലേ. സോ ഇതെന്തായിട്ട് മാറും, എക്സിന് പകരം 1 - t അല്ലേ. അപ്പോൾ 1 - t + 2 - 3t + 3 - 2t dt എന്ന് നമുക്ക് വരും. പിന്നെ ഇവിടെ √14 ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ √14 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻ്റഗ്രലിന് ഔട്ട് സൈഡിലേക്ക് എടുത്തു. ഇനി നമ്മളിവിടെ കോൺസ്റ്റൻസിനൊക്കെ ആഡ് ചെയ്യുക. 1 + 2 + 3 1 + 2 + 3 എന്ന് പറയുമ്പോൾ നമുക്ക് 6 കിട്ടും അല്ലേ. ഇനി ഇവിടെ നമുക്ക് എന്തുണ്ട്, -t -3t -2t ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -6t എന്ന് കിട്ടും. സോ അതിവിടെ എഴുതി ഇൻ്റഗ്രൽ 0 to 1 6 - 6t എന്ന് പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും, √14 × 6t - 3t² വിത്തിൻ ദ ലിമിറ്റ് 0 to 1 അല്ലേ. ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരും, √14 × 6 - 3 -0 എന്ന് നമുക്ക് വരും അല്ലേ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് വരും, 6 - 3 ചെയ്യുമ്പോൾ 3, സോ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് 3√14 എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നത്. ഇനി അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്കിവിടെ ഇൻ്റഗ്രേറ്റ് f(x, y, z) is equal to x² + z² ഓവർ ദ സർക്കിൾ r(t) is equal to a cos t j + b a sin t k 0 ≤ t ≤ 2π എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം എന്താണ് വ്യത്യാസം, ഇതുവരെ നമ്മൾ ചെയ്ത പ്രോബ്ലം ഈ ഒരു പ്രോബ്ലം തമ്മിൽ എന്താ വ്യത്യാസം, നമുക്ക് ഈ പ്രോബ്ലത്തിൽ Γ(t) എന്ന് പറയുന്നത്, അതായത് r(t) ആ ഒരു കർവ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കട്ടെ. ഡയറക്റ്റ്ലി കർവ് എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മൾ ഇനി എവിടെ നിന്ന് മുതൽ r(t) തന്നിട്ടുണ്ട്. സോ നമ്മൾ v(t) കണ്ടുപിടിക്കുക, മോഡ് v(t) കണ്ടുപിടിക്കുക, നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ വ്യത്യാസം. ഓക്കെ, തൊട്ട് മുന്നിൽ തന്നത് നമ്മൾ 2 പോയിന്റ്, നമുക്കൊരു ഗിവൺ ഫംഗ്ഷൻ തന്നിരുന്നു, 2 ഗിവൺ പോയിന്റുമാണ് തന്നിരുന്നത്. സോ നമുക്ക് അവിടെ r(t) കണ്ടുപിടിക്കണമായിരുന്നു. ഇവിടെ നമുക്ക് r(t) എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഇവിടെ r(t) എന്ന് പറയുന്നത് ഹെൻസ് ദ പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ c ഈസ് ദ സർക്കിൾ വിച്ച് ഈസ് ഗിവൺ ദാറ്റ് r(t) is equal to a cos t j + a sin t k 0 ≤ t ≤ 2π എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെ തന്നതുകൊണ്ട് നമുക്ക് ഇനി v(t) is equal to നമുക്ക് എന്ത് വരും, dr/dt അല്ലേ. അപ്പോൾ നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. ഇപ്പോൾ സോ a എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ a × cos t നെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, -sin t എന്ന് വരും. നെക്സ്റ്റ് ടേം ചെയ്യുമ്പോൾ +a sin t നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, cos t എന്ന് വരും അല്ലേ. സോ അതാണ് നമുക്കിവിടെ എടുത്ത് കിട്ടിയത്, dr/dt വിച്ച് ഇസ് ഈക്വൽ ടു -a sin t j + a cos t k നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് v is equal to നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, v എന്ന് പറയുന്നത് v(t) is equal to -a sin t j a cos t k എന്ന് പറയുന്നത് അല്ലേ. ഇനി മോഡ് v(t) എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ, √(a² + b² + c² എന്ന് പറയുന്നത്. സോ ഹിയർ √i-ൻ്റെ കമ്പോണൻറ്റ്, ഇവിടെ i-ൻ്റെ കമ്പോണൻറ്റ് ഉണ്ടോ, ഇല്ല, അത് ആബ്സെൻ്റ് ആണ്. സോ അതാണ് 0² + j-ൻ്റെ കമ്പോണൻ്റ് ആണ് നമ്മൾ എന്തെടുക്കേണ്ടത്, b ആയിട്ട് എടുക്കേണ്ടത്. സോ ഇവിടെ എന്താണ് j-ൻ്റെ കമ്പോണൻറ്റ്, -a sin t വിച്ച് ഈസ് ഹോൾ സ്ക്വയർ പ്ലസ് ഇനി നെക്സ്റ്റ് k-ൻ്റെ കമ്പോണൻറ്റ് എന്ന് പറയുമ്പോൾ a cos t
ഓൾ സ്ക്വയർ എന്ന് നമുക്ക് വരും അല്ലേ. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് നമുക്ക് എന്ത് വരും, റൂട്ട് ഓഫ് മൈനസ് എ ഓൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും, എ സ്ക്വയർ സൈൻ സ്ക്വയർ ടി പ്ലസ് ഇവിടെ ഇത് എന്ത് വരും, എ സ്ക്വയർ കോസ് സ്ക്വയർ ടി എന്ന് നമുക്ക് കിട്ടും അല്ലേ. രണ്ടിലും എ സ്ക്വയർ കോമൺ ആയതുകൊണ്ട് നമ്മൾ എനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും, സോറി എ സ്ക്വയറിനെ പുറത്തേക്ക് എടുത്താൽ എ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി. ഞാൻ ഓർഡർ മാറ്റിയിട്ട് തന്നെ എഴുതിയിരിക്കുന്നത് സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി എന്നാണ് വരിക അല്ലേ. അത് പറഞ്ഞ ട്രിഗണോമെട്രി ഐഡൻറ്റിറ്റി വെച്ചിട്ട് നമുക്ക് എന്താ വരിക, 1 വരും അല്ലേ. സോ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എ സ്ക്വയർ ഇൻറ്റു 1 വിച്ച് ഇത് റൂട്ടും സ്ക്വയറോടെയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് റൂട്ട് എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് എന്തായിട്ട് മാറും, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എ ആയിട്ട് മാറും അല്ലേ. സോ മോഡ് വി ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എന്ത് കിട്ടി, മോഡ് വി ഓഫ് ടി വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, എ എന്ന് കിട്ടി. ദെൻ ബൈ നമ്മുടെ ഇക്വേഷൻ എന്താണ്, ദെർഫോർ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെറ്റ് വിച്ച് ഇസ് ഡി എസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഓഫ് ടി കോമ വൈ ഓഫ് ടി കോമ സെറ്റ് ഓഫ് ടി ഇൻറ്റു മോഡ് വി ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് അല്ലേ. ഇനി നമ്മൾ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അല്ലേ. ഇൻ്റഗ്രൽ 0 to 2π നമുക്ക് നമ്മുടെ ഗിവൺ ആർ ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയായിരുന്നു, ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു നമുക്ക് എ കോസ് ടി ജെ പ്ലസ് എ സൈൻ ടി കെ എന്ന് പറയുന്നതായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ന് പറയുന്നത് ഇവിടെ ഐൻ്റെ കമ്പോണൻറ്റ് 0 ആണ്. സോ എഫ് ഓഫ് 0 എക്സ് എന്ന് പറയുന്നത് 0 ആണ്. ഇനി വൈ ഓഫ് ടി എന്ന് പറയുന്നത് ഇവിടെ എന്തായിരുന്നു, ജെൻ്റെ കമ്പോണൻറ്റ് അത് എന്ന് പറയുന്നതാണ് എ കോസ് ടി എന്ന് പറയുന്നത്. ആൻഡ് സെറ്റ് ഓഫ് ടി എന്ന് പറയുന്നത് കെൻ്റെ കമ്പോണൻറ്റ് ഇവിടെ എന്തായിരുന്നു, കെൻ്റെ കമ്പോണൻറ്റ് എ സൈൻ ടി എന്ന് പറയുന്നത്. സോ അതായിരുന്നു ഇവിടെ എ സൈൻ ടി എന്ന് പറഞ്ഞത്. ദെൻ മോഡ് വി ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് എ ആയിരുന്നു, എ ഇൻറ്റു ഡി ടി എന്ന് പറയുന്നത്. ഓക്കെ, ഗിവൺ ഫംഗ്ഷൻ നമ്മുടെ ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏതായിരുന്നു, എക്സ് സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ എന്ന് പറയുന്ന ഫോമിൽ അല്ലേ. ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ എന്നായിരുന്നു. അപ്പോൾ ഇവിടെ എക്സ് എന്താണ്, എക്സ് വൈ സെറ്റ് ഇങ്ങനെയാണ് അല്ലേ. അപ്പോൾ എക്സ് 0 ആണ്. സോ 0 സ്ക്വയർ പ്ലസ് സെറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് എ സൈൻ സ്ക്വയർ ടി ഓൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും, ഡി ടി എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയും കിട്ടിയില്ലേ. ഇനി ഓക്കെ, അത്രയും കിട്ടി. ഇപ്പോൾ നമുക്ക് എ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ എ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, എനെ പുറത്തേക്ക് എടുക്കുകയാണ്. സോ എ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π എ സ്ക്വയർ സൈൻ സ്ക്വയർ ടി എന്ന് വരും. സോ അത് ചെയ്യുന്ന സമയത്ത് എ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π എ സ്ക്വയർ സൈൻ സ്ക്വയർ ടി എന്ന് വരും ഇൻറ്റു ഡി ടി എന്ന് പറയും. എ സ്ക്വയർ വീണ്ടും കോൺസ്റ്റൻ്റ് ആണ്. സോ അതിനെ പുറത്തേക്ക് വീണ്ടും എടുക്കുമ്പോൾ നമുക്ക് എ ക്യൂബ് ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π സൈൻ സ്ക്വയർ ടി ഡി ടി എന്ന് നമുക്ക് വരും അല്ലേ. അപ്പോൾ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എ സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π സൈൻ സ്ക്വയർ ടീനെ നമുക്ക് 1 മൈനസ് കോസ് 2t ഡിവൈഡഡ് ബൈ 2 എന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നത്. 2 ഇൻറ്റു ഡി ടിന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എ സ്ക്വയർ ബൈ 2 കോൺസ്റ്റൻ്റ് ആണ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു നമ്മൾ 1നെ ചെയ്യുമ്പോൾ ടി മൈനസ് കോസ്റ്റിക്ക് പകരം സൈൻ 2t കോസ്റ്റീനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ 2t വോൾ ഡിവൈഡഡ് ബൈ നമുക്കൊരു 2 വരും വിത്ത് ഇൻ ദ ലിമിറ്റ് 0 to 2π എന്ന് വരും അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എ സ്ക്വയർ ബൈ 2 ഇൻറ്റു ടിക്ക് പകരം 2π മൈനസ് സൈൻ 2t ആ ടിക്ക് പകരം സൈൻ 2 ഇൻറ്റു 2π എന്ന് വരും അല്ലേ. ഇപ്പോൾ സൈൻ nπ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ആ ടേം എന്ന് പറയുന്നത് 0 ആണ്. മൈനസ് നമ്മൾ കൊടുക്കുമ്പോൾ ടിക്ക് 0 കൊടുക്കുമ്പോൾ 0 തന്നെ സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. സോ ആ ഒരു ടേം കൂടി നമുക്ക് ക്യാൻസൽ ചെയ്ത് പോവും. ഓക്കെ, ഒരു എറർ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എ ക്യൂബ് ആയിരുന്നു. സോ ഇവിടെയും എന്തായിരുന്നു എ ക്യൂബ്, ഇവിടെ എന്ന് പറയുന്നതും എന്താണ് എ ക്യൂബാണ്. ഞാനത് എഴുതിയപ്പോൾ മാറിപ്പോയതാണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, എ ക്യൂബ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2π എന്ന് വരും അല്ലേ. സോ 2ഉം 2യും ക്യാൻസൽ ചെയ്ത് പോകും. സോ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, എ ക്യൂബ് പൈ എന്ന് കിട്ടും ആൻസർ. ഓക്കെ, സോ അതായിരുന്നു നമ്മുടെ ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, എ ക്യൂബ് പൈ എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം കൂടി നമുക്കുള്ളതാണ്. സോ അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റ് എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ വൈ ഓവർ ദി എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ വൈ ഓവർ ദ കർവ് സി ഇസ് ഈക്വൽ ടു വൈ
y is equal to x square by 2, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇവിടെ എന്താണ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, പിന്നെ അതേമാതിരി തന്നെ ഗിവൻ കർവ് സി ആണ് തന്നിട്ടുള്ളത്. സോ ആ ഗിവൻ കർവിൻ്റെ പാരാമെട്രൈസേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അതായത് നമുക്കിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെൻ്റ് അല്ല തന്നിട്ടുള്ളത്. ഒരു സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെൻറ്റ് തരുന്ന സമയത്ത്, അതായത് നമുക്ക് രണ്ട് ഗിവൺ പോയിൻറ്റ്സ് തന്നിട്ട് നമ്മൾ അതിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന കർവ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ, ആ രണ്ട് പോയിന്റ്സിനെയും ജോയിൻ ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ കർവ് വരുമ്പോഴാണ് നമുക്ക് പാരാമെട്രൈസേഷൻ എന്ന് പറയുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു, അതായത് ഒരു വെക്ടർ ഇക്വേഷനും അതിൻ്റെ, അതായത് സിക്ക് പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടറും ഒരു ഗിവൺ പോയിന്റും ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ പാരാമെട്രൈസേഷൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് എ ടി ആൻഡ് വൈ ഇസ് ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് ബി ടി ആൻഡ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് നോട്ട് പ്ലസ് സി ടി എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് പാരാമെട്രൈസേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇവിടെ എന്ന് പറയുന്നത് സി പറയുന്നത് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2 എന്ന് പറയുന്ന ഫോമിലാണ് തന്നിട്ടുള്ളത്. സോ ഇവിടെ ഒരു ഗിവൻ കർവാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ പാരാമെട്രൈസേഷൻ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഗിവൻ പാരാമെട്രൈസേഷൻ നടത്തുക എന്ന് നമുക്ക് നോക്കാം. ഹിയർ നമുക്ക് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് വൈ എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ എഫ് എന്ന് പറയുന്നത് ഇസ് എ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ. ഇവിടെ എത്ര വേരിയബിൾ അല്ലേ? 2 വേരിയബിൾ. എക്സ് എന്ന് പറയുന്നതും വൈ എന്ന് പറയുന്ന 2 വേരിയബിൾ മാത്രമേ ഉള്ളൂ അല്ലേ. സോ നമുക്ക് ഇവിടെ ഉള്ളത് എക്സ് വൈ എന്ന് പറയുന്ന 2 വേരിയബിൾ മാത്രമേ ഉള്ളൂ എന്ന് പറയാം. സോ ഹിയർ എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ് ആൻഡ് ദ പാത്ത് ഓഫ് ദ ഇൻ്റഗ്രേഷൻ സി ഈസ് ഇൻ ദ എക്സ് വൈ പ്ലെയിൻ എന്ന് പറയുന്നത്. പാത്ത് ഓഫ് ഇൻ്റഗ്രേഷൻ ഇൻ ദ എക്സ് വൈ പ്ലെയിനിൽ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇനി നമ്മളിവിടെ ഇവിടുത്തെ പാരാമെട്രൈസും പറയുന്നത് ഇങ്ങനെയാണ്. എക്സ് ഇസ് ഈക്വൽ ടു ടി കൊടുത്തു കഴിഞ്ഞാൽ വൈ ഇസ് ഈക്വൽ ടു എന്താണെന്ന് നോക്കാം. സോ അതായിരിക്കും ഇവിടുത്തെ പാരാമെട്രൈസേഷൻ കൊടുക്കുക. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ടി കൊടുക്കുന്ന സമയത്ത് നമുക്ക് വൈ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ വരിക? ടി സ്ക്വയർ ബൈ 2 എന്നാണ് നമുക്ക് വരിക അല്ലേ. അതേമാതിരി തന്നെ എക്സ് ഇസ് ഈക്വൽ ടു ടി അല്ലേ കൊടുക്കുന്നത്. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു ടി വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് നമുക്ക് പറയാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ അതിൻ്റെ ലിമിറ്റും കിട്ടി. അങ്ങനെയാണ് നമ്മുടെ ഇവിടെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്താ ചെയ്ത് എക്സ് ഇസ് ഈക്വൽ ടു ടി എന്ന് കൊടുത്തു. അങ്ങനെയാകുമ്പോൾ വൈൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കി. അപ്പോൾ അതാണ് പാരാമെട്രൈസേഷൻ ആയിട്ട് എടുത്ത്. സോ എ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ കർവ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു ടി വൈ ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ ബൈ 2, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് അല്ലേ. ഇവിടെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതെന്ന് പറയുന്നത് ഒരു പാരാമെട്രൈസേഷനാണ്. പാരാമെട്രൈസേഷൻ നമുക്ക് മാറിയിട്ടും വരാം. സോ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു പാരാമെട്രൈസേഷൻ, അതായത് ഗിവൻ കർവിൻ്റെ, അതായത് ഈ ഒരു കർവ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2 വിത്തിൻ ദ ലിമിറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്നതിൻ്റെ നമുക്ക് ഗിവൻ പാരാമെട്രൈസേഷൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു ടി വൈ ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ ബൈ 2, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്നതായിരുന്നു ഗിവൻ പാരാമെട്രൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഓഫ് ടി കിട്ടി, വൈ ഓഫ് ടി എന്ന് കിട്ടിയില്ലേ. ഇപ്പം നമുക്ക് അതിൻ്റെ വെക്ടർ ഇക്വേഷൻ എഴുതിക്കൂടെ. അതായത് ആർ ഓഫ് ടി സീക്വൽ നമുക്ക് എന്താ പറയുക? എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി കെ എന്നാണ് നമ്മൾ പറയാറ്. ഇവിടെ സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആണ്. ഇവിടെ സെഡ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ടേം എന്ന് പറയുന്നത് നമുക്ക് ആബ്സെൻ്റ് ആണ്. സോ ആർ ഓഫ് ടി സീക്വൽ ടു എക്സ് ഓഫ് ടി ഐ, എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എന്താ ഉണ്ടായിരുന്നത്? ടി. സോ ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ, വൈ ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് എന്താ ഉണ്ടായിരുന്നത്? ടി സ്ക്വയർ ബൈ 2. അതായത് നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു ടി എന്നാണ് എടുത്തത്. അതുമാതിരി തന്നെ വൈ ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ ബൈ 2. സോ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി, അതായത് ഒരു ഫംഗ്ഷൻ ഓഫ് ടി എന്ന് പറയുന്ന ഫോമിലാണെന്നുള്ള മീനിങ് മാത്രമാണ്. സോ വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു വൈ ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ ബൈ 2. സോ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ആർ ഓഫ് ടി കണ്ടുപിടിച്ചു. ടി എന്ന് പറയുന്നത് ടീൻ്റെ വേരിയേഷനാണ് നമ്മൾ നോക്കുന്നത്. ടി എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വി ഓഫ് ടി കണ്ടുപിടിക്കണം അല്ലേ. വി ഓഫ് ടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡി ആർ ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് പറയുന്നത്. സോ ടീനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 1 വരും. സോ 1 പ്ലസ് ഐ എന്ന് വരും. സോ ടി സ്ക്വയർ ബൈ 2നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? 2t ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. സോ 2 2യും ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് എന്താ വരിക? ബാക്കി ടി എന്ന് വരും. സോ നമുക്ക് എന്ത് വരും? ടി ജെ എന്ന് വരും. സോ വി ഓഫ് ടി ഇസ് ഈക്വൽ ടു ഡി ആർ ഡിവൈഡഡ് ബൈ ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു ഐ പ്ലസ് ടി ജെ എന്ന് വരും അല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടി? വി ഓഫ് ടി ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ടി ജെ എന്ന് കിട്ടി. ഇനി മോഡ് വി ഓഫ് ടി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് പറയുന്നത്. സോ ഹിയർ റൂട്ട് ഓഫ് എ എന്ന് പറയുന്നത് ഐൻ്റെ കമ്പോണൻറ്റ് 1 സ്ക്വയർ പ്ലസ് ബി എന്ന് പറയുന്നത് ജെൻ്റെ കമ്പോണൻറ്റ്. അപ്പോൾ ടി സ്ക്വയർ പ്ലസ് കെൻ്റെ കമ്പോണൻറ്റ് ഇവിടെ ഉണ്ടോ? ഇല്ല, 0 ആണ്. സോ അത് 0 എന്ന് പറയുക. സോ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് ടി സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. സോ അതായിരുന്നു നമ്മുടെ ഇവിടെ മോഡ് വി ഓഫ് ടി എന്ന് പറയുന്നത്.
വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് ടി സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദെയർഫോർ ഇൻറ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എസ് ഇസ് ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ എന്തായിരുന്നു, ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഓഫ് ടി കോമ വൈ ഓഫ് ടി ഇൻറ്റു മോഡ് വി ഓഫ് ടി ഡി ടി. നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ സെറ്റ് ഓഫ് ടി ചെയ്തായിരുന്നു എഴുതാതിരുന്നത്? ഞാൻ സെറ്റ് ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോബ്ലത്തിൽ. പക്ഷേ നമ്മൾ ഗിവൺ പ്രോബ്ലം തന്നെ നമുക്ക് തന്നിട്ടുള്ളത് എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെറ്റ് അല്ല തന്നിട്ടുണ്ടായിരുന്നു, എഫ് ഓഫ് എക്സ് കോമ വൈ ആയിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. സോ എഫ് ഓഫ് എക്സ് വൈ മാത്രം തന്നത്, അതായത് 2 വേരിയബിൾ ഫംഗ്ഷൻ തന്നത്, 2 വേരിയബിൾ തന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ എഫ് ഓഫ് എക്സ് ഓഫ് ടി കോമ വൈ ഓഫ് ടി എന്ന് മാത്രം എടുത്തത്. സോ ഹിയർ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരുന്നു, ടി, ആൻഡ് വൈ ഓഫ് ടി എന്ന് പറയുന്നത് ടി സ്ക്വയർ ബൈ 2 ആയിരുന്നു, ആൻഡ് മോഡ് വി ഓഫ് ടി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1 പ്ലസ് ടി സ്ക്വയർ ആയിരുന്നു അല്ലേ. ഓക്കെ, ഇപ്പോൾ ഇനി നമുക്ക് എഫ് ഓഫ് ടി കോമ ടി സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത് നമുക്ക് ഗിവൺ ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്, ക്വസ്റ്റ്യനിൽ നമുക്ക് എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ വൈ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് ടി കോമ ടി സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത് എന്തായിരിക്കും, ടി ക്യൂബ്, എക്സിന് പകരം ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ടി ക്യൂബ് ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് വരും അല്ലേ, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് നമുക്ക് എന്ത് വരും, ടി ക്യൂബ് ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ എന്ന് നമുക്ക് വരും. അപ്പോൾ നമുക്ക് എന്ത് വരും, ടി സ്ക്വയറും കൂടി ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് അവിടെ എന്ത് വരും, ഒരു 2t എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, 2t എന്ന് വരും അല്ലേ. സോ ഇതെന്തായിട്ട് മാറും, 2t ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് ടി സ്ക്വയർ ഡി ടി എന്ന് നമുക്ക് വരും. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എന്ത് വരും, ഇൻറ്റഗ്രൽ 0 to 2 റൂട്ട് ഓഫ് 1 പ്ലസ് ടി സ്ക്വയർ ഇൻറ്റു 2t ഡി ടി എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണേ, യു is ഈക്വൽ ടു 1 പ്ലസ് ടി സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഡി യു is ഈക്വൽ ടു നമുക്ക് എന്ത് വരും, 2t ഇൻറ്റു ഡി ടി എന്ന് വരും. സോ 1/2 ഡി യു ഈസ് ഈക്വൽ ടു നമുക്ക് ടി ഡി ടി എന്ന് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ലിമിറ്റ് ഇത് എന്തായിട്ട് മാറും, ഇൻറ്റഗ്രൽ 0, ഞാൻ ലിമിറ്റ് ചേഞ്ച് ചെയ്തിട്ടില്ല, അപ്പോൾ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇൻറ്റഗ്രൽ 0 to 2 റൂട്ട് ഓഫ് യു ഇൻറ്റു ടി 2t ഡി ടി. ഓക്കെ, നമ്മൾ ഇത് വേണ്ട, ഇവിടെ നമുക്ക് എന്താണ് 2t ഡി ടി ആണ്. സോ ആ 2t ഡി ടിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ഡി യു എന്ന് കൊടുക്കാൻ പറ്റും. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, യു പവർ 3/2 ഓൾ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് വരും, 3/2 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ തിരിച്ച് കൊടുക്കുക, കാരണം ലിമിറ്റ് ചേഞ്ച് ചെയ്തിട്ടില്ല. സോ യുവിന് പകരം നമ്മൾ എന്ത് കൊടുക്കുക, 1 പ്ലസ് ടി സ്ക്വയർ എന്ന് കൊടുക്കുക. സോ 1 പ്ലസ് ടി സ്ക്വയർ ഓൾ പവർ 3/2 ആൻഡ് ഈ ഡിവൈഡഡ് ബൈ 3/2 എന്ന് വരുമ്പോൾ നമുക്ക് 2/3 എന്ന് വരും. വിത്തിൻ ദ ലിമിറ്റ് എവിടെ നിന്ന് മുതൽ എവിടെ വരെയാണ്, 0 to 2 വരെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വിച്ച് ഇംപ്ലൈസ് ദാറ്റ് 2/3 ഇൻറ്റു 1 പ്ലസ് ടി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ 2 സ്ക്വയർ, അപ്പോൾ 5 വരും അല്ലേ. അപ്പോൾ 5 ഓൾ പവർ 3/2 എന്ന് വരും. ദെൻ നമ്മൾ ടിക്ക് പകരം 0 കൊടുക്കുമ്പോൾ -1 എന്ന് നമുക്ക് ഇവിടെ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, 2/3 ഇൻറ്റു റൂട്ട് 5 നമുക്ക് ഇതിന്, അതായത് 5 ഓൾ പവർ 3/2 എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, 5 പവർ 1/2 ഓൾ ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ 5 പവർ 1/2 എന്ന് പറയുമ്പോൾ റൂട്ട് 5 ഓൾ ക്യൂബ് എന്ന് നമുക്ക് വരും അല്ലേ. ഇപ്പോൾ റൂട്ട് 5 ഓൾ ക്യൂബ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് റൂട്ട് 5 ഇൻറ്റു റൂട്ട് 5 ഇൻറ്റു റൂട്ട് 5 എന്ന് വരും. സോ ഇതിന് രണ്ടിന് പകരം കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 5 റൂട്ട് 5 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ നമുക്ക് എന്ത് വരും, 2/3 ഇൻറ്റു 5 റൂട്ട് 5 -1 എന്ന് വരും. സോ അതായിരുന്നു നമ്മുടെ ഇവിടുത്തെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് 2/3 ഇൻറ്റു 5 റൂട്ട് 5 -1 എന്ന് പറയാം. ഓക്കെ, ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഇവിടെ ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത സമയത്ത് തന്നെ ഇവിടുത്തെ ലിമിറ്റ് മാറ്റിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ മെത്തേഡ് എന്ന് പറയുന്നത് ലിമിറ്റ് ചേഞ്ച് ചെയ്യാതെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ചേഞ്ച് ചെയ്യാതെ തിരിച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 3 പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ്. 3 ഡിഫറെൻറ്റ് ടൈപ്പിലാണ് 3 പ്രോബ്ലംസും ചെയ്തത്. അപ്പോൾ വൃത്തിക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കാം. ഓക്കെ.